ഹനുമാൻ ഔഷധം കൊണ്ടുവരാൻ പോയ വിവരം ചാരന്മാർ വഴി ലങ്കയിലെത്തി. രാവണൻ പരിഭ്രാന്തനായി. വല്ല വിധേനയും ഇന്ദ്രജിത്ത് ഒന്ന് ജയിച്ചു വന്നിട്ടേ ഉള്ളൂ. അപ്പോഴതാ അവരെ ജീവിപ്പിക്കാൻ ഹനുമാൻ പോകുന്നു. ഹനുമാൻ ഒരു കാര്യത്തിന് പോയാൽ ജയിച്ചേ വരും, അത് രാവണനറിയാം. എന്താണൊരു വഴി? രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല രാവണന്. അപ്പോഴാണ് കാലനേമിയുടെ കാര്യമോർത്തത്. ആൾ നല്ലൊരു കൺകെട്ടുകാരനാണ്. ഹനുമാൻ പോയിടത്തേക്ക് പറഞ്ഞുവിടാം. ഹനുമാനെ എങ്ങനെയും ഒന്ന് തടഞ്ഞു നിർത്തിയാൽ വിജയം ഉറപ്പ്. രാവിലെ തന്നെ രാവണൻ ഇറങ്ങി കാലനേമിയുടെ വീട്ടിലെത്തി. എന്താണ് ഈ സമയത്ത് വന്നതെന്ന് കാലനേമി. രാവണൻ കാര്യം പറഞ്ഞു. രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും ഇന്ദ്രജിത്ത് ജയിച്ചു വന്നതേയുള്ളൂ. അവരെ രക്ഷിക്കാൻ ഔഷധം കൊണ്ടുവരാൻ ഹനുമാൻ പോയിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും ഹനുമാനെ ഒന്ന് തടയണം. ഒരു താപസനായി പോയാൽ മതി. കാലനേമി ചിരിച്ചു. എൻ്റെ രാവണ, മതിയായില്ല അങ്ങേക്ക്? മക്കളും മരുമക്കളും സഹോദരങ്ങളും മന്ത്രിമാരൊക്കെ മരിച്ചു. ഇനിയും അങ്ങയുടെ മനസ്സ് മാറിയില്ലേ? മതിയാക്കി കൂടെ ഇതൊക്കെ? സീതയെ തിരിച്ചു കൊടുക്കൂ. എന്നിട്ട് ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് വനത്തിൽ പോയി തപസ് ചെയ്ത് ശിഷ്ടകാലം ജീവിക്കുക. അങ്ങയുടെ പാപങ്ങളെല്ലാം അവസാനിക്കും. രാവണന് ദേഷ്യം പിടിച്ച് കണ്ണു കാണാതായി. രാവിലെ നിന്നെ കാണാൻ വന്നത് ഇതിനല്ല. ഒരു പ്രശ്നത്തിൽപ്പെട്ട് കഷ്ടപ്പെടുമ്പോൾ തത്വചിന്ത പറയുന്നു. നിന്നെ ആദ്യം തീർത്തേക്കാം, അത് കഴിഞ്ഞുള്ളൂ ഇനി ബാക്കി കാര്യം. രാവണൻ വാളെടുക്കാനൊരുങ്ങി. കാലനേമി എഴുന്നേറ്റു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങേക്കൊരു മാറ്റം ഉണ്ടാകില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എന്തായാലും ഞാൻ പോകാം. അതെൻ്റെ സത്ഗതി ഓർത്തിട്ടാണ്. കാലനേമി ഋഷഭ പർവ്വതത്തിലെത്തി. അവിടെ മായയാൽ ഒരു പർണശാല നിർമ്മിച്ചു. ശിഷ്യന്മാരും പരിചാരകരുമെല്ലാമുള്ള ഒരു പർണശാല. ഹനുമാൻ വരുന്നത് നോക്കി പൂജകളും കഴിച്ച് കാത്തിരുന്നു. ഋഷഭഭാദ്രിയുടെ അടുത്ത് മരുന്നും നോക്കി നിൽക്കുകയായിരുന്ന ഹനുമാൻ പെട്ടെന്നാണത് കണ്ടത്. മനോഹരമായൊരു പർണശാല, ശാന്തമായ മുഖത്തോടു കൂടിയ ഒരു താപസ ശ്രേഷ്ഠൻ. ശിഷ്യന്മാരുമുണ്ട്, ശിവപൂജ ചെയ്യുകയാണ്. ആഹാ, എന്തു മനോഹരമായ സ്ഥലം! ഹനുമാൻ സന്തോഷമായി. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ദാഹമുണ്ട്, വെള്ളം എവിടെ കിട്ടുമെന്ന് ചോദിക്കാം. ഹനുമാൻ മുനിയുടെ അടുത്തെത്തി. വേഷം മാറി സന്യാസിയായിരിക്കുന്ന കാലനേമി വെളുക്കെ ചിരിച്ചു. സന്യാസ ശ്രേഷ്ഠ, എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. ശ്രീരാമ ഭക്തനാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. നല്ല ദൂരം സഞ്ചരിച്ചെത്തിയതാണ്. ദാഹമുണ്ട്, കുറച്ച് വെള്ളം കിട്ടിയാൽ നന്നായിരുന്നു. കാലനേമി താപസൻ കണ്ണൊന്നു തുറന്ന് ഒളിക്കണ്ണിട്ട് നോക്കി. പാവം, എന്നെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഇവനെ കുറച്ചു നേരം ഇവിടെ ഇരുത്താം. അതിനെന്താ ഹനുമാനെ, ദാ കുറച്ച് വെള്ളം ഈ കമണ്ടലുവിലുണ്ട്. അത് കുടിച്ച് ദാഹത്തെ കളയൂ. പിന്നെ ലങ്കയിലെ കാര്യമോർത്ത് വിഷമിക്കേണ്ട. അവിടെ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. ഇവിടെ 1-2 ദിവസം താമസിച്ചിട്ട് പോയാൽ മതി. പുഞ്ചിരിച്ച് കാലനേമി പറഞ്ഞു. അത് പറ്റില്ല. ഈ കമണ്ടലുവിലെ വെള്ളം എൻ്റെ ദാഹത്തെ ശമിപ്പിക്കില്ല. അങ്ങടുത്ത് പുഴയോ തടാകമോ ഉണ്ടെങ്കിൽ പറയൂ, അങ്ങോട്ട് പോയി കുടിച്ചുകൊള്ളാം. ഇത് തന്നെ പറ്റിയ അവസരം. അടുത്തൊരു തടാകമുള്ളത് കാലനേമി ഓർത്തു. മാത്രമല്ല, തടാകത്തിൽ മകരി എന്ന മുതലയുമുണ്ട്. ഇവൻ അവിടെ ചെന്ന് വെള്ളം കുടിക്കുമ്പോൾ മകരി വിഴുങ്ങിക്കോളും. മകനെ, നിനക്ക് ദാഹം ശമിപ്പിക്കാൻ അടുത്തൊരു തടാകമുണ്ട്. അങ്ങോട്ട് പോയി ദാഹം തീർത്തോളൂ. ഞാനൊരു ശിഷ്യനെ കൂടെ അയക്കാം. നീ അവിടെ ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വെള്ളം കുടിക്കണം. പോയി വരൂ മകനെ. മധുര ഭാഷണങ്ങൾ പറഞ്ഞ് കാലനേമി ഹനുമാനെ തടാകത്തിലേക്ക് വിട്ടു. എങ്കിൽ പിന്നെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ഹനുമാൻ വേഗത്തിൽ തടാകത്തിലേക്ക് നടന്നു. നല്ല സുന്ദരമായ തടാകവും വെള്ളവും. മുനി കൊള്ളാമല്ലോ എന്ന് ഹനുമാൻ ചിന്തിച്ചു. തടാകത്തിലിറങ്ങി കണ്ണടച്ചു. പെട്ടെന്നാണ് മകരി എന്ന മുതല വാ പിളർന്ന് ഹനുമാനെ വിഴുങ്ങാൻ പാഞ്ഞെത്തിയത്. ശബ്ദം കേട്ട് ഹനുമാൻ കണ്ണുമിഴിച്ചു. ഒരു മുതലയുടെ പിളർന്ന വാ. മകരിക്ക് വാ അടയ്ക്കാൻ കഴിഞ്ഞില്ല. ഹനുമാൻ വായിൽ പിടിച്ച് മുതലയെ കീറിയെറിഞ്ഞു. മകരിയുടെ ശരീരത്തിൽ നിന്ന് സുന്ദരിയായൊരു അപ്സരസ് ഉയർന്നു വന്നു. ധന്യമാലി എന്ന അപ്സരസ് മുനിശാപത്താൽ മുതലയായതാണ്. ഹനുമാൻ വധിച്ചതോടെ ശാപമോക്ഷം കിട്ടി. വാനരശ്രേഷ്ഠ, അവിടെ ഇരിക്കുന്ന ആ സന്യാസിയില്ലേ, അവൻ കള്ളനാണ്. കാലനേമി എന്നാണ് പേര്. രാവണന്റെ അനുചരനാണ്. അങ്ങയുടെ വഴി മുടക്കാൻ വന്നതാണ്. അവനെ പെട്ടെന്ന് തീർത്ത് മരുന്നുകളും കൊണ്ട് പോകാൻ നോക്കൂ. ഞാൻ വിട പറയുന്നു. ഇത്രയും പറഞ്ഞ് ധന്യമാലി എന്ന അപ്സരസ് വിഹായസിലേക്ക് പറന്നുയർന്ന് അപ്രത്യക്ഷയായി. ഹനുമാൻ കോപം കൊണ്ട് വിറച്ചു. കണ്ണും ചുവപ്പിച്ച് താപസന്റെ പർണശാലയിലേക്ക് നടന്നു. ഹനുമാൻ വരുന്നത് കണ്ട് കാലനേമി ഒന്ന് ഞെട്ടി. ഇവനെ മുതല വിഴുങ്ങിയില്ലേ? ആകെ അപകടമായല്ലോ. അവസാനമായ ഒരു കൈ കൂടി നോക്കാം. ഇവൻ കാര്യമൊന്നും അറിഞ്ഞില്ലെങ്കിലോ? വരും മകനെ, ഇരിക്കൂ. ദാഹമൊക്കെ മാറിയോ? സ്നേഹം വഴിഞ്ഞൊഴുകുന്ന മുഖത്തോടെ കാലനേമി താപസൻ ചോദിച്ചു. ഹനുമാൻ സൂക്ഷിച്ചൊന്ന് നോക്കി ഒറ്റയടി. കാലനേമി അടികൊണ്ട് തെറിച്ച് ദൂരെ പോയി ചത്തു വീണു. ദൂരെ പോയി വീണതുകൊണ്ട് ശവമെങ്കിലും ബാക്കിയായി. അത്ര ദേഷ്യമുണ്ടായിരുന്നു ഹനുമാന്.
ഇനി താമസിച്ചാൽ ശരിയാകില്ല. ഹനുമാൻ ഋഷഭാദ്രിയിലേക്ക് വേഗത്തിൽ നടന്നു. ജാംബവാൻ പറഞ്ഞ മരുന്നുകളൊക്കെ നോക്കി നടന്നു. പെട്ടെന്ന് മരുന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിൽ പിന്നെ പർവ്വതം തന്നെ കൊണ്ടുപോയേക്കാമെന്ന് കരുതി ഹനുമാൻ. പ്രചണ്ഡ ശക്തിയുടെ പ്രവാഹം മരുന്നുകളുള്ള മല അപ്പാടെ ഇളക്കി കയ്യിൽ വെച്ച് ഹനുമാൻ ലങ്കയിലേക്ക് കുതിച്ചു.